നമസ്കാരം. വാസ്തുശാസ്ത്രത്തിൻ്റെ അറിവിൻ്റെ വാതായനങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾക്കേവർക്കും പ്രയോജനകരമാകുന്ന വാസ്തുശാസ്ത്രപരമായ ഒരു അറിവാണ് നിങ്ങൾക്കായി ഞാൻ പങ്കുവെക്കുക. ചുറ്റുമതിൽ ഓരോ ദർശനത്തിനും നമുക്ക് 4 മഹാദിക്കുകളുണ്ട്. ആ ദിക്കിനനുസരിച്ച് 4 ദിക്കിലും അഭിമുഖമായിരിക്കുന്നവർക്ക് ഒരേ അളവിലുള്ള ചുറ്റുമതിലായിരിക്കില്ല ഉണ്ടാവുക. എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് വീട് ഒരു പുരയിടത്തിൽ വാസ്തുമണ്ഡലമൊക്കെ കൽപ്പിച്ച്, അതായത് വാസ്തുമണ്ഡലം കൽപ്പിച്ച് ആ വാസ്തുമണ്ഡലത്തിനെ 4ആയി ഭാഗിച്ച്, ഈ രേഖയ്ക്കൊക്കെ ബ്രഹ്മസൂത്രം യമസൂത്രം എന്നൊക്കെ പറയും, ആ വാക്കുകളും കളയുക. ഈ 4 ഖണ്ഡങ്ങൾക്കും പല വാക്കുകളും പറയും, അതും കളയുക. ഈ വാസ്തുമണ്ഡലത്തിൻ്റെ കിഴക്കിതും പടിഞ്ഞാറിതും തെക്കിതും വടക്കിതും എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വാസ്തുമണ്ഡലത്തെ ഒരു സങ്കല്പിച്ച് 4ആയിട്ട് ഭാഗിച്ചാൽ 2 ഭാഗങ്ങൾ മാത്രമേ വീടിരിക്കൂ. അതായത് ഈശാനകോൺ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക് ഈ ഖണ്ഡത്തിലും, ഇവിടെ തെക്ക് പടിഞ്ഞാറ് നിര്യാതിക്കോണെന്ന് പറയും, ഈ ഖണ്ഡത്തിലും മാത്രമേ വീടിരിക്കൂ. ബാക്കി 2ഇടങ്ങളിലും വീട് നിഷിദ്ധമാണ് എന്ന് പറയുമ്പം മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഖണ്ഡത്തിലോ മാത്രം ഒതുങ്ങി ആയിരിക്കും വീട് എന്നതല്ല ഉദ്ദേശിക്കുക. ഈ പടിഞ്ഞാറ് ദർശനവും തെക്ക് ദർശനവും വീടുകൾക്ക് വീട് ഈ ഭാഗത്തോട്ട് മാറി വരും. എങ്ങനെ മാറി വരും? വീടിൻ്റെ മധ്യവും ഈ വാസ്തുമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വീടിൻ്റെ മധ്യം ഇങ്ങോട്ടത്തേക്ക് കയറി വരും എന്നർത്ഥം. അല്ലാതെ ഈ ഭാഗത്ത് മാത്രമായി വീട് ഒതുങ്ങി നിൽക്കില്ല. അതുപോലെ തന്നെ വടക്ക് ദർശനവും കിഴക്ക് ദർശനവും വീടുകൾക്ക് വീടിൻ്റെ മധ്യം ഈ ഭൂമിയുടെ മധ്യത്തിൽ നിന്നും ഇങ്ങോട്ടത്തേക്ക് മാറും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാസ്തുമണ്ഡലമൊക്കെ കൽപ്പിച്ച് അങ്ങനെയൊക്കെ വീട് വയ്ക്കുന്നവരുണ്ട്. ഇനി കുറച്ച് പുരയിടം കിടക്കുകയാണ്, അവിടെ ആ പുരയിടത്തിൽ ഒരു വീട് വെച്ചു, വാസ്തുമണ്ഡലമൊന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേയേറെ പുരയിടം അങ്ങനെ കിടക്കുമ്പോൾ ചുറ്റുമതിൽ വേണ്ടി വരുമല്ലോ. നമുക്ക് ചുറ്റുമതിൽ, വാസ്തുമണ്ഡലത്തിന് പകരം ചുറ്റുമതിൽ. ഈ ചുറ്റുമതിൽ എങ്ങനെയാ ചെയ്യേണ്ടത്, അതിൻ്റെ ക്രമീകരണം എന്തെന്നാ ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു പരന്ന് കിടക്കുന്ന ഒരു ഭൂമിയിൽ ഒരിടത്ത് ഒരു വീടിരിക്കുകയാണ്. വീട് വച്ചു, അല്ലെങ്കിൽ പഴയ വീടാവട്ടെ, അവിടെ ഒരു ചുറ്റുമതിലുണ്ടാക്കണം. വീട് ഇവിടെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇത് കിഴക്ക് ദർശനം വീട് എന്നിരിക്കട്ടെ. കിഴക്ക് ദർശനം വീട്, കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്ന വീട്. ആ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന വീടിന് മതില്, ഈ മുറ്റം ഏറ്റവും കുറവ് തെക്ക് ഭാഗത്തായിരിക്കണം. എപ്പോഴും ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ കിഴക്ക് ദർശനമായിരിക്കുന്ന വീടിന് ഏറ്റവും കുറവ് അളവിൽ വരുന്ന ഏരിയ തെക്ക് വശവും മുറ്റം തെക്ക് വശവും, അതിന് അല്പം കൂടെ കൂടുതൽ വരുന്ന ഏരിയ പടിഞ്ഞാറ് വശവും, അതിനേക്കാൾ അല്പം കൂടെ വടക്ക് വശവും, ഏറ്റവും കൂടുതൽ കിഴക്ക് വശവും മുൻവശവും ആയിരിക്കണം. അപ്പോൾ നമ്മൾ മുൻ പഠിച്ച സിദ്ധാന്തം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. വാസ്തുമണ്ഡലത്തിൽ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന വീടിൽ ഇങ്ങോട്ട് നിര്യാതിയിലോട്ട് മാറി വരും. അതിന് മാറി വരണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ വശം ചെറുതും ഈ അല്പം കൂടെ വലുതായി ഈ വശം കൊടുക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ മൂലയും വീടിൻ്റെ മൂലയും തമ്മിൽ ഭേദ്യം വരില്ല.
ഇതിങ്ങനെ പോവും. അങ്ങനെ വരാൻ പാടില്ലെന്ന നിയമം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ദർശനത്തിന്. ഇനി വടക്ക് ദർശനം വീടിന് ഏറ്റവും കുറഞ്ഞ മുറ്റത്തിൻ്റെ ഏരിയ പടിഞ്ഞാറ് വശവും അല്പം കൂടെ കൂടുതൽ തെക്ക് വശവും അല്പം കൂടെ കൂടുതൽ കിഴക്ക് വശവും ഏറ്റവും കൂടുതൽ വടക്ക് വശവും ആയി വരും. നോക്കൂ, വീടിൻ്റെ ഒരു മൂലകളിൽ ഭേദ്യം ചെയ്യുന്നില്ല. ഇങ്ങോട്ട് വീട് മാറി വരികയും ചെയ്യും ഈ ചുറ്റളവിൽ നിന്ന്. ഈ മട്ടിലാണ് ഇനി തെക്ക് ദർശനവും പടിഞ്ഞാറ് ദർശനവും കാണേണ്ടത്. അതെന്താണെന്ന് നോക്കാം. ഇനി പടിഞ്ഞാറോട്ട് മുഖമായിരിക്കുന്ന വീടുകൾക്ക് ഏറ്റവും കുറച്ച് സ്ഥലം, നമ്മൾ കൽപ്പിക്കുന്നതിൽ നിന്നും ഏറ്റവും കുറച്ച് സ്ഥലം വടക്കും, അതിനേക്കാൾ അല്പം കൂടി കിഴക്കും, അതിനേക്കാൾ അല്പം കൂടി തെക്കും, ഏറ്റവും കൂടുതൽ പടിഞ്ഞാറും. ഇതാണ് അതിൻ്റെ ഫോർമേഷൻ. അപ്പോൾ വീട്, ഈ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന വീട് ആ ഖണ്ണത്തിലോട്ട് കയറി വരും. അത്രയേ ഉള്ളൂ. അടുത്ത് തെക്ക് ദർശനമായിരിക്കുന്ന വീടിന് മതിലിൻ്റെ ഏകദേശ ചുറ്റളവ്, അതിൻ്റെ ഏകദേശ രൂപം പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നോക്കാം. തെക്ക് ദർശനമായിരിക്കുന്ന വീടിൻ്റെ ഏറ്റവും കുറഞ്ഞ ചുറ്റളവ്, ഏറ്റവും കുറഞ്ഞ മുറ്റം കിഴക്കും, അതിനേക്കാൾ കൂടുതൽ വടക്കും, അതിനേക്കാൾ കൂടുതൽ പടിഞ്ഞാറും, അതിനേക്കാൾ കൂടുതൽ തെക്കും. ഈ ഫോർമേഷനാണ് വാസ്തുമണ്ഡലമോ അല്ലായെങ്കിൽ ഒന്നും സെറ്റ് ചെയ്യാതെ ഒരു വെറും നിരപ്പായൊരു ഭൂമിയിൽ ഒരു കെട്ടിടം പണിയുകയും, അല്ലെങ്കിൽ പണിത പഴയകാല കെട്ടിടങ്ങളിലായാലും ഒരു ചുറ്റുമതിൽ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ഓരോ ദർശനത്തിനുമനുസരിച്ച ചുറ്റുമതിലിൻ്റെ ഫോർമേഷൻ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.